പിന്നെ ഇതൊരു വലിയ നല്ല സാഹസമായിട്ട് എന്നെപ്പറ്റി ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. മനസ്സിലായി എന്താണ് പറയാൻ വേണ്ടി പോകുന്നത്. രാജ്ഭവനിലുണ്ടായ സംഭവമാണ്. ഞാൻ രാജ്ഭവനിൽ പിന്നെ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ചെല്ലുകയാണ്. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ രക്ഷാധികാരി ഗവർണറും പ്രസിഡന്റ് ഞാനുമാണ്. ഞാനെന്ന് വെച്ചാൽ വിദ്യാഭ്യാസ മന്ത്രി ആരാണോ അയാൾ. രാജ്യ പുരസ്കാര അവാർഡുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ചടങ്ങാണ്. ആ ചടങ്ങ് രാജ്ഭവനിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചു അങ്ങനെ ആ ചടങ്ങ് നടത്തേണ്ടതെന്ന്. രക്ഷാധികാരിയാണെന്ന് വിചാരിച്ചിട്ട് എക്സിക്യൂട്ടീവ് അധികാരികളൊന്നുമില്ല, അത് പ്രസിഡന്റ് മാത്രമാണ് ഉള്ളത്. ഞാൻ സമ്മതിച്ചു കൊടുത്തത് നടത്താൻ പറഞ്ഞു അദ്ദേഹത്തിന് അവിടെ വെച്ചിട്ട്. അപ്പൊ എനിക്കന്ന് PN പണിക്കർ ദിനമായതുകൊണ്ട്, വായനാ ദിനമായതുകൊണ്ട് CM പങ്കെടുക്കുന്ന യോഗത്തിന്റെ അധ്യക്ഷൻ ഞാനായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ലാതായി. ഞാൻ രാജ്ഭവനിൽ അറിയിച്ചു, ഒരു 10 മിനിറ്റ് താമസിച്ചു വരുള്ളൂ. അപ്പൊ അവർ 20 മിനിറ്റ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഞാനവിടെ ചെന്നപ്പോൾ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ഫംഗ്ഷനാണ്. ഒരു ചിത്രം, ഒരു സഹോദരി ആ ചിത്രത്തിൽ, എന്നിട്ട് ഒരു കാവി കൊടി ആ സഹോദരി അടുത്തിരിക്കുന്നു, കയ്യിലുണ്ട്. ഗവർണർ തിരിയും കൊടുത്തിട്ട് അതിനെ തൊഴുതുകൊണ്ടിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭരണഘടനാ ലംഘനമായിട്ടുള്ള നടപടിയായി തോന്നി, പിന്നെ പ്രോട്ടോകോൾ ലംഘനമായി തോന്നി. ഞാൻ ഇറങ്ങി ഇനി പോരുന്ന സാഹചര്യം ഉണ്ടായി. അത് ഞാൻ ചെയ്ത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്.